സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ. ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയത് കഴിഞ്ഞ കാലയളവിലാണ്. NIA അന്വേഷിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ അഭിപ്രായം പറയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നിയില്ല. ഏത് കേസ് നിങ്ങൾ പറയുന്നത്? ഒരുപാട് ഹയസ്റ്റ് സീജർ നമ്പർ ഓഫ് സീജേഴ്സ് ഫോർ ദ ലാസ്റ്റ് ഇത് ഗോൾഡ് സീജർ ഞങ്ങളാണ് കൂടുതൽ ചെയ്തത്. പക്ഷെ നമുക്ക് പവർ ഇല്ല അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഗോൾഡ് സ്മഗ്ലിംഗ് വാർഡ് ഇപ്പോൾ ചോദിച്ചാൽ നമ്മുടെ പവർ പോകും. ഞങ്ങളിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരാളെ പിടിക്കും, അത് ഗോൾഡ് സസ്പീഷ്യസ് ഒബ്ജക്റ്റ് ആയിട്ട് കാണിച്ചിട്ട് കോടതിയിലെ മാത്രം അത്ര മാത്രം റോളാണ്. പോലീസിംഗിൽ കേരള മോഡൽ കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് DGP ലോക്നാഥ് ബെഹ്റ. വിരമിക്കും മുൻപ് ന്യൂസ് 18 അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു ബെഹ്റയുടെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യത്തിലും പുരോഗമന ചിന്തയുണ്ട്. ഇത് പ്രോത്സാഹനകരമായെന്നും പോലീസിലെ ആധുനികവൽക്കരണം നേട്ടമായെന്നും ബെഹ്റ പറഞ്ഞു. ഏറ്റവും സാറ്റിസ്ഫൈങ് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നമ്പർ 1 ലോ ആൻഡ് ഓർഡർ പോലീസായി ഇന്ത്യ ടുഡേ നമുക്ക് റേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് കുറേ മാറ്റങ്ങൾ കാലാകാലമായിട്ട് ഉണ്ടായില്ല. ഒരു റെഡണ്ടന്റ് നമുക്ക് സാധിച്ചു. ഒരുപാട് ടെക്നോളജി നമ്മുടെ ഈ 5 വർഷത്തകത്തെ ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം 100% ഒരു പ്രൊഫഷണലാണ്. പോലീസിനെ പറ്റി കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെ എത്ര വളരെ നല്ല രീതിയിൽ അറിയാം. ഫോർ എക്സാമ്പിൾ പോലീസ് സ്റ്റേഷൻ മാനേജ്മെൻറ്റ്, ട്രാഫിക് മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങൾ അദ്ദേഹം നിന്നും ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു മുറിയിലെ അകത്തെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് എന്താ സംസാരിക്കുന്നുണ്ടോ, വെദർ ഹസ്ബൻഡ് വൈഫ്ക്ക് ഉപദ്രവിക്കുന്നുണ്ടോ നമുക്ക് അറിയാമോ? അവർ ആരെങ്കിലും പൊന്നിട്ട് പറയണമല്ലോ. അവിടെ തന്നെ നമുക്ക് ക്യാമറ വെക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ, മലയാളി സ്ത്രീ അവർ ഒരിക്കലും വരില്ല. ഇപ്പോൾ എന്താണ് കുറച്ചുകൂടി ഈ ബിസ്മയുടെ മാറ്റർ ശേഷം കുറച്ചുകൂടി പാരഡൈം ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് നിർത്താൻ വേണ്ടിയിട്ട് പോലീസ് എൻഫോഴ്സ്മെൻറ്റ് ചെയ്തിട്ട് പ്രോംപ്റ്റായിട്ട് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് ശിക്ഷ വാങ്ങിച്ചിട്ട് ആൾക്ക് ജയിലിലേക്ക് അയക്കാം. പക്ഷെ അതിൽ ഇത് നിർത്താൻ പോകുന്നുണ്ടോ? അതിലെ ഒരു സോഷ്യൽ ആക്ച്വലി കോൺഷ്യസ് ഡൗറിക്ക് എതിരായിട്ട് മാവോയിസ്റ്റുകൾ ഉൾപ്പെടെ തീവ്ര ഇടതുപക്ഷം നാടിന് ആപത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. മാവോയിസ്റ്റ് വെടിവെപ്പ് നിയമപരമായ കാര്യം മാത്രമാണ്. വടക്കേ ഇന്ത്യയിലെയും തെക്കേ ഇന്ത്യയിലെയും മാവോയിസ്റ്റുകൾ തമ്മിൽ വ്യത്യാസമില്ല. നാടിന്റെ സുരക്ഷയാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറ്റ് ഈസ് ലീഗൽ ആൻഡ് ലോഫുൾ. പോലീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ലീഗലി ദേ ഹാവ് ഡൺ. ഞാൻ ആ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഇതിന് ഞാൻ ഒരു ഫിലോസഫിയിലേക്ക് പോകുന്നില്ല. അതാണ് നമ്പർ 1. നമ്പർ 2, ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അത്ര ഈസി കാര്യമല്ല. കാരണം നിങ്ങൾ കുറേ ആൾക്കാർ, നമ്മുടെ മെയിൻ ആൾക്കാർ ഒരു ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടില്ല. അവർ എന്തിനാണ് റിസർവ്ഡ് ഫോറസ്റ്റിലെ AK-47 ആയിട്ട് വരുമോ? എന്തിനാണ് ഒരു പാവപ്പെട്ട വീട്ടിൽ പോയിട്ട് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഗണ്ണ് പോയിന്റ് കാണിച്ചിട്ട് ചോദിക്കുമോ? അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യത്തിൽ എനിക്ക് ഒരു വിമർശം, ഒരു റിപ്പൻഡൻസ് ഒന്നുമില്ല. ഞാൻ ലോഫുള്ളി ആൻഡ് ലീഗലി ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി TG സൈത്താണ് ചേരുന്നത്. സൈത്തിന് നൽകിയ അഭിമുഖത്തിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു. ആദ്യം, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാലയളവിനെ വിലയിരുത്തുന്നത്, വിവാദങ്ങളോട് പ്രതികരിക്കുന്നത്? ഒരേ സമയം വലിയ നേട്ടങ്ങളുണ്ടായ പോലീസ് സേനയ്ക്ക് വലിയ നേട്ടങ്ങളുണ്ടായ 5 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. എന്നാൽ വലിയ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഈ വിവാദ വിഷയങ്ങളിലടക്കമുള്ള നിലപാടാണ് DGP സ്ഥാനത്ത് നിന്നൊഴിയുന്ന ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം ഈ മാവോയിസ്റ്റ് വിവാദമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരിനെയും പോലീസിനെയും ഒക്കെ വലിയ വെല്ലുവിളിയിലാക്കിയതാണ് മാവോയിസ്റ്റ് വിവാദം. മാവോയിസ്റ്റ് വിവാദത്തിലെ സർക്കാർ നടപടി വലിയ ചോദ്യം ചെയ്തിരുന്നു. പോലീസ് നടപടി വലിയ വിമർശന വിധേയമായതാണ്. പക്ഷേ അതിലൊരു തെറ്റുമില്ല, തനിക്ക് ഒരു കുറ്റബോധവും ഇല്ല എന്നതാണ് DGP വ്യക്തമാക്കുന്ന കാര്യം. നിയമപരമായ കാര്യങ്ങളാണ് പോലീസ് ചെയ്തത്. മാത്രമല്ല, കേരളത്തിൻ്റെ അനുഭവപ്പെടുന്ന മാവോയിസ്റ്റ് സാന്നിധ്യം അങ്ങേയറ്റം തീവ്രമുള്ളതാണ്. ഇതിൽ ശക്തമായ നടപടി വേണം. കേരളത്തിലെ മാവോയിസ്റ്റുകൾ വെറും ആശയപ്രചരണമാണ് നടത്തുന്നത്. അവർ ആയുധം ഉപയോഗിച്ച് പോരാടുന്നില്ല എന്നതാണ് പൊതുവിൽ ഉയരുന്ന വാദം. പക്ഷേ അത് DGP അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ശക്തമായ മാവോയിസ്റ്റ് സ്വാധീനം ഉണ്ട്. അതിനെ കൃത്യമായ പോലീസ് സേന ഉപയോഗിച്ച് തന്നെ നേരിടേണ്ടതാണ്. പോലീസിന് ഒരു വീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല.
ഏറ്റവും ഒടുവിൽ ഉണ്ടായ മാവോയിസ്റ്റ് വേട്ടയിൽ കൊല്ലപ്പെട്ട വ്യക്തിയടക്കം അവർ കേരളത്തിലുള്ളവരല്ല, അവർ മറ്റ് മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു വന്നവരാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇത് സംബന്ധിച്ച് നടത്തുന്ന ഇടപെടലിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നതാണ് DGP വ്യക്തമാക്കുന്ന കാര്യം. ഒപ്പം തന്നെ അടുത്തിടെ ചർച്ചയാവുന്ന സ്ത്രീ പീഡന പരാതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടാവുന്നില്ല. പക്ഷേ പോലീസിന് ഇതിൽ ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട് എന്നതാണ് DGP വ്യക്തമാക്കിയ കാരണം ആദ്യഘട്ടങ്ങളിലൊന്നും പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ സ്ത്രീകൾ പലരും തയ്യാറായിരുന്നില്ല. പക്ഷേ അതിനിപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ആരംഭിച്ച അപരാജിത പോലെയുള്ള സ്ത്രീകൾക്ക് പരാതി പറയാനുള്ള പുതിയ സംവിധാനത്തിൽ ഇന്നലെ മാത്രം 260-ലേറെ പരാതികൾ ലഭിച്ചു എന്ന് DGP തന്നെ വ്യക്തമാക്കുന്നു. ഈ തരത്തിൽ അക്കാര്യത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് DGPയുടെ വാദം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ തീവ്രവാദികളുടെ കേന്ദ്രമാകുന്നു എന്ന് സെൻട്രൽ ഏജൻസികളടക്കം മുൻകാലങ്ങളിലൊക്കെ വാർത്തയായിട്ടുള്ളതാണ്. പക്ഷേ കേരളത്തിൽ അത്തരമൊരു സംഭവം ഇല്ല എന്നതാണ് DGP പറയുന്നത്. മുമ്പ് ഈ ISIS-ലേക്കുള്ള റിക്രൂട്ട്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്നിരുന്നാൽ കൂടിയും പിന്നീട് കേരളത്തിൽ അത് അത്തരത്തിലുള്ള ഒരു ഹബ്ബാവുന്ന മാറുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടലും ഒരു സാന്നിധ്യവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ പോലീസിന് കർശനമായി ഇടപെടാൻ കഴിഞ്ഞു എന്നതാണ് DGP ലോക്നാഥ് ബെഹ്റ അവകാശപ്പെടുന്നത്. എന്തായാലും സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് സംസ്ഥാന പോലീസിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന അവകാശവാദമാണ്. കേരളത്തിൽ പൊതുവിൽ കേരള മോഡൽ എന്ന് വിളിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ കേരള പോലീസും ഒരു പൊതുവിൽ രാജ്യത്ത് തന്നെ ഒരു കേരള മോഡലായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് DGP ലോക്നാഥ് ബെഹ്റ അവകാശപ്പെടുന്നത്. സയ്യിദിന് അദ്ദേഹം നൽകിയ ഇന്റർവ്യൂ ന്യൂസ് 18 വൈകുന്നേരവും കാണാം. മറ്റു വാർത്തകളിലേക്ക്. ജമ്മു കാശ്മീരിലെ വ്യോമസേനാ താവളത്തിന് നേരെയുണ്ടായ ഇരട്ട സ്ഫോടനത്തിന് പിന്നിൽ തീവ്രവാദികളെന്ന് സംശയം. ടെക്നിക്കൽ ഏരിയയിൽ ഇന്ന് പുലർച്ചെ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ 2 എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യോമസേന ഉപമേധാവി എയർ മാർഷൽ HS അറോറയിൽ നിന്ന് വിവരങ്ങൾ തേടി. പുലർച്ചെ 2 മണിയോടെയാണ് ജമ്മു കാശ്മീർ വ്യോമ വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ 5 മിനിറ്റ് വ്യത്യാസത്തിൽ 2 സ്ഫോടനങ്ങൾ ഉണ്ടായത്. സ്ഫോടനം ഡ്രോൺ ആക്രമണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിമാനത്താവളത്തിന്റെ 2 കിലോമീറ്റർ പരിധിയിൽ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായാണ് റിപ്പോർട്ട്. നാഷണൽ ബോംബ് ഡേറ്റാ സെന്ററിൽ നിന്നുള്ള വിദഗ്ധരും NIA ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഫോറൻസിക് വിദഗ്ധരും ബോംബ് ഡിസ്പോസൽ സ്ക്വാഡും പരിശോധനകൾ തുടരുകയാണ്. ആദ്യ സ്ഫോടനത്തിൽ വ്യോമസേനാ കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. 2ാം സ്ഫോടനം തുറന്ന സ്ഥലത്താണ് ഉണ്ടായത്. സ്ഫോടനത്തിൽ 2 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ HS അറോറയുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. യാത്രാ വിമാനങ്ങളും സർവീസ് നടത്തുന്ന ജമ്മു വിമാനത്താവള റൺവേയും എയർ ട്രാഫിക് കൺട്രോളും വ്യോമസേനയുടെ നിയന്ത്രണത്തിലാണ്. അവന്തിപുര, പത്താൻകോട്ട് വിമാനത്താവളങ്ങളുടെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. സ്വർണ്ണ കവർച്ച കൊട്ടേഷനുമായി ബന്ധപ്പെട്ട കണ്ണൂർ സ്വദേശി അർജുൻ നായങ്കി നാളെ കസ്റ്റംസിന് മുന്നിൽ ഹാജരായിരിക്കും. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട കസ്റ്റംസ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം അർജുൻ ഉപയോഗിച്ച കാറിന്റെ ഉടമയ്ക്കെതിരെ ഡിവൈഎഫ്ഐക്ക് പിന്നാലെ CPM-ഉം നടപടി സ്വീകരിച്ചു. കൊട്ടേഷൻ സംഘം ഉപയോഗിച്ച വാഹനം ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി C സജേഷിന്റേതെന്ന് വ്യക്തമായതിനു പിന്നാലെയാണ് CPM-ന്റെ സസ്പെൻഷൻ നടപടി. CPM അഞ്ചരക്കണ്ടി ഏരിയയിലെ ചെമ്പിലോട് ലോക്കലിൽപ്പെടുന്ന കൊയ്യോട് മൊയ്യാരം ബ്രാഞ്ചിലെ അംഗമാണ് സജേഷ്. ചെമ്പിലോട് മേഖലാ സെക്രട്ടറി എന്ന നിലയിൽ ഇയാളെ ഇന്നലെ ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കൊട്ടേഷൻ ബന്ധമുള്ളവരെ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെറ്റായ പ്രവണതകൾ പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കില്ലെന്ന് CPM നേതൃത്വം വ്യക്തമാക്കി. പാർട്ടിയായിട്ട് നേരിട്ട് ബന്ധമുള്ള ആരും അതിലില്ല. ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ അവർ ശക്തമായ സമീപനമാണ് സ്വീകരിച്ചത്. CPM-ന്റെ അച്ചടക്കം സൈബർ ഇടങ്ങളിലും പാർട്ടി അംഗങ്ങൾക്ക് ബാധകമാണ്. അവർക്കെതിരായി കർശനമായ നടപടികൾ സ്വീകരിച്ചു പോരുന്നതാണ് പാർട്ടിയുടെ നാളിതുവരെയുള്ള സമീപനം. ഒരു തരത്തിലുള്ള തെറ്റുകളെയും സംരക്ഷിക്കുന്ന ഒരു രീതി CPM-ന്. അർജുൻ ആയങ്കി കള്ളക്കടത്ത് സ്വർണം കവർച്ച ചെയ്യുന്നതിനെപ്പറ്റി പാർട്ടി ജില്ലാ നേതൃത്വത്തിന് നേരത്തെയും പരാതി ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇയാൾക്കിത് ആദ്യം അറിയാം, ഈ പരിപാടി ആദ്യം ഉണ്ടെന്നേ ഉള്ള കാര്യം ചേരാക്കനൊക്കെ ആദ്യം അറിയാം. നാളെയാണ് കൊച്ചിയിൽ കസ്റ്റംസിന് മുന്നിൽ അർജുൻ ആയങ്കി ചോദ്യം ചെയ്യലിന് ഹാജരാകുക. ചോദ്യം ചെയ്യലിൽ രാമനാട്ടുകര സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. വിവാദ മരമുറി ഉത്തരവിന്റെ മറവിൽ സർക്കാരിലേക്ക് കെട്ടിവെക്കേണ്ട വില കണക്കിലെടുത്ത് മാത്രം 15 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് വനം വകുപ്പ് വിജിലൻസിന്റെ റിപ്പോർട്ട്. ഉത്തരവിനെ ദുർവ്യാഖ്യാനിച്ച് നടന്ന മരമുറിവിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നും വിജിലൻസ്
റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ല എന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. വയനാടിന് പുറമെ 8 ജില്ലകളിൽ കൂടി വ്യാപക മരംമുറി നടന്നുവെന്നാണ് കണ്ടെത്തൽ. 2400ഓളം വൻവൃക്ഷങ്ങളാണ് പട്ടയ റവന്യൂ ഭൂമിയിൽ നിന്നും മുറിച്ചു മാറ്റിയത്. ഇതിൽ 90% തേക്കും മീട്ടിയും. തേക്കിൽ 20% മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. മരം മുറിക്കുമ്പോൾ സർക്കാരിലേക്ക് കെട്ടുവെക്കേണ്ട തുച്ഛമായ വില കണക്കിലെടുത്ത് 15 കോടിയുടെ നഷ്ടം സംഭവിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ 8 മുതൽ 10 വരെ ഇരട്ടി വരെയായിരിക്കും വിപണി വില. വയനാട്, ഇടുക്കി, തൃശൂർ ജില്ലകളിലായിരുന്നു അധികവും മരംമുറി നടന്നത്. മരങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലും റവന്യൂ വകുപ്പിന് വീഴ്ച പറ്റി. വയനാട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വനം വകുപ്പ് അനുവദിക്കാത്ത ഇടങ്ങളിലും മരംമുറി നടന്നു. ഇതിനു കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സമഗ്ര അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെയെന്നും ഏതെങ്കിലും വകുപ്പിന്റെ റിപ്പോർട്ട് ലഭ്യമായിട്ടില്ലെന്നുമായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കർശനമായിട്ട് നടപടിക്ക് വിധേയരാകണം എന്ന ആലോചനയിലാണ് പോകുന്നത്. പക്ഷെ അതെല്ലാം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണത്തിന്റെ പരിധിയിൽ നിൽക്കുകയാണ്. ആ നേരത്ത് മറ്റൊന്നും പ്രത്യേകമായിട്ട് പറയാനില്ല. നിങ്ങൾ പറയുന്ന റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ വന്നിട്ടില്ല. സർക്കാരിന് മുമ്പിൽ എന്ത് വന്നാലും സർക്കാർ പരിശോധിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. വടകരയിൽ പാർട്ടി അംഗമായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാവും ഒളിവിൽ. മുളിയേരി ബ്രാഞ്ച് സെക്രട്ടറി PP ബാബുരാജ്, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ലിജീഷ് എന്നിവരാണ് യുവതിയുടെ പരാതിയെ തുടർന്ന് ഒളിവിൽ പോയത്. യുവതിയെ കാണുവാൻ വീട്ടിലെത്തിയ മഹിളാ നേതാക്കളെ ബന്ധുക്കൾ തിരിച്ചയച്ചു. യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതിനു പിന്നാലെയാണ് പ്രതികളായ ബ്രാഞ്ച് സെക്രട്ടറി PP ബാബുരാജ്, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ലിജീഷ് എന്നിവർ ഒളിവിൽ പോയത്. 3 മാസങ്ങൾ മുമ്പാണ് കേസിനാസ്പദമായ സംഭവം. രാത്രി 11 മണിയോടെ വീടിന്റെ കതക് തള്ളി തുറന്ന് അകത്ത് കയറിയ ബാബുരാജ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് വീട്ടമ്മയുടെ പരാതി. പലതവണ ഇക്കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നു. പിന്നീട് ബാബുരാജിന്റെ നിർദ്ദേശപ്രകാരം ലിജീഷും വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. പരാതിയെ തുടർന്ന് ഇരുവരെയും CPM പുറത്താക്കി. പരാതിക്കാരിയെ നേരിൽ കാണുവാൻ വീട്ടിലെത്തിയ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികളെ യുവതിയുടെ ബന്ധുക്കൾ മടക്കി അയച്ചു. യുവതിക്ക് എല്ലാ നിയമസഹായവും നൽകുമെന്ന് മഹിളാ ഭാരവാഹികൾ പറഞ്ഞു. കേസ് കൊടുത്തത് ഭാഗമായിട്ട് പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് അത്തരം നടപടികൾ കുറ്റങ്ങളുണ്ടെങ്കിൽ അത് ശിക്ഷിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ്. പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്ഡൌൺ ലംഘിച്ച് യൂത്ത് കോൺഗ്രസ് ഉപരോധം സംഘടിപ്പിച്ചു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലത്തെ വിസ്മയുടെ മരണത്തിൽ ഭർത്താവും പ്രതിയുമായ കിരൺകുമാറിനെ നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വിസ്മയുടെ ശരീരത്തിൽ കൊലപാതകത്തിന് കാരണമായേക്കാവുന്ന തരത്തിലുള്ള മുറിവുകൾ ഇല്ല എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ശരീരത്തിൽ വിഷാംശമുണ്ടായിരുന്നുവെന്നറിയാൻ രക്തവും ആന്തരിക അവയവങ്ങളും പരിശോധനയ്ക്ക് അയച്ചു. വിസ്മയയുടേത് ആത്മഹത്യയോ കൊലപാതകമോ? ഇക്കാര്യത്തിലാണ് ഇനി അന്വേഷണ സംഘത്തിന് വ്യക്തത വരേണ്ടത്. കൊലപാതകത്തിന് സമാനമായ മുറിവുകൾ വിസ്മയയുടെ ശരീരത്തിൽ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ മൊഴി. പക്ഷേ ശരീരത്തിൽ വിഷാംശമുണ്ടോ എന്ന സംശയം ഡോക്ടർമാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിസ്മയയുടെ രക്തവും ആന്തരികാവയവങ്ങളും വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഫോറൻസിക് ലാബിലായിരിക്കും ഇതിന്റെ പരിശോധന. കിരൺകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ വിസ്മയയുമായി അയാൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരൂ. ഇതിനായി കൊട്ടാരക്കര ജയിലിൽ കഴിയുന്ന കിരണിനെ നാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങുന്ന കിരണിനെ അന്വേഷണ സംഘം ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യും. പിന്നീട് മാതാപിതാക്കളുടെയും സഹോദരീ ഭർത്താവിന്റെയും ഒപ്പമിരുത്തി മൊഴിയെടുക്കും. നേരത്തെ 2 തവണ സഹോദരീ ഭർത്താവിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ രേഖകളും ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. ഭർത്താവിൽ നിന്നോ പീഡനമെന്ന പരാതി നിലനിൽക്കെ യുവതിയെ വീട്ടിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ജില്ലയിലാണ് സംഭവം. പരവൂർ ചിറക്കരത്താഴം സ്വദേശി വിജിതയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുത്തൻകുളത്തിന് സമീപം ചിറക്കരത്താഴം വിഷ്ണുഭവനിൽ റീനയുടെ മകൾ വിജിതയെയാണ് 1 മാസം മുൻപ് ഗൃഹപ്രവേശം നടത്തിയ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 30 വയസ്സായിരുന്നു. കുളിമുറിയുടെ കതക് അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവമെന്ന് കരുതുന്നു. ഭർത്താവ് രതീഷിന്റെ പീഡനമാണ് സംഭവത്തിന് പിന്നിലെന്ന് വിജിതയുടെ അമ്മയും ബന്ധുക്കളും ആരോപിച്ചു. ഗ്യാസ് സിലിണ്ടർ കൊണ്ട് കുളിമുറിയുടെ കതക് തകർത്താണ് വിജിതയെ പുറത്തെടുത്തതെന്നാണ് രതീഷ് ബന്ധുക്കളോട് പറഞ്ഞത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. രതീഷ് ഒളിവിലാണ്. ഇവർക്ക് 2 മക്കളുണ്ട്. പരവൂർ ഇൻസ്പെക്ടർ സംജിത് ഖാൻ, വനിതാ SI സരിത, ASI ഹരിസോമൻ എന്നിവർ വീട്ടിലെത്തി അന്വേഷണം നടത്തി. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് വിജിതയുടെ മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് 18 കൊല്ലം.
BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ CK ജാനുവിന് കോഴ നൽകിയെന്ന കേസിൽ BJP വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്തിന്റെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. JRP സംസ്ഥാന ട്രഷറർ പ്രസീത അഴീക്കോടിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. പ്രശാന്ത് ജാനുവിന് പൂജാ സാധനങ്ങൾ എന്ന പേരിൽ സഞ്ചിയിൽ പണം കൈമാറി എന്നായിരുന്നു പ്രസീതയുടെ മൊഴി. ജാനുവിന് പണം നൽകിയ കാര്യവും പണത്തിന്റെ സ്രോതസ്സുമാണ് ക്രൈംബ്രാഞ്ച് SP മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദിച്ചറിയുന്നത്. CK ജാനുവിന്റെ ഡ്രൈവറുടെ മൊഴിയും ഇന്നോ നാളെയോ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. പാലക്കാട് പണക്കപ്പാറയിൽ വൻ സ്പിരിറ്റ് വേട്ട. എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ അണക്കപ്പാറയിലെ വ്യാജ കള്ള നിർമ്മാണ കേന്ദ്രത്തിലും സമീപത്തുമായി നടത്തിയ റെയ്ഡിൽ 1500 ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടി. ഇതിനു പുറമെ 1500 ലിറ്റർ സ്പിരിറ്റ് ചേർത്ത കള്ളും 12 ലക്ഷം രൂപയും കണ്ടെത്തി. സംഭവത്തിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. ആലത്തൂർ അണക്കപ്പാറയിൽ വ്യാജ കള്ള് നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് അണക്കാപ്പാറയിലെ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യാജ കള്ള് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. ഇവിടെ നിന്നും 350 ലിറ്റർ സ്പിരിറ്റും 1500 ലിറ്റർ സ്പിരിറ്റ് ചേർത്ത കള്ളും 550 ലിറ്റർ പഞ്ചസാര ചേർത്ത സ്പിരിറ്റ് ലായനിയും പിടികൂടി. കട്ടിലിനടിയിൽ അറകളുണ്ടാക്കി കന്നാസുകളിലാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ 7 പേരെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത വീട്ടിൽ വ്യാജ കള്ള് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 1055 ലിറ്റർ സ്പിരിറ്റും കണ്ടെത്തി. വീടിന്റെ മച്ചിൽ 31 കന്നാസുകളിലാണ് സ്പിരിറ്റ് ഒളിപ്പിച്ചിരുന്നത്. ചിറ്റൂരിലെ തോട്ടങ്ങളിൽ നിന്നും കുറഞ്ഞ അളവിൽ കള്ളു കൊണ്ടുവന്ന് ഇവിടെ നിന്നും സ്പിരിറ്റ് ചേർത്ത് വ്യാജ കള്ളുണ്ടാക്കിയാണ് മറ്റു ജില്ലകളിലേക്ക് അയച്ചിരുന്നത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വീടും പരിസരവും അടുത്തുള്ള ഒരു കള്ള് ഷാപ്പും നിരീക്ഷണത്തിൽ കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചയോടുകൂടി ഈ ചിറ്റൂരിൽ നിന്നും കള്ളുമായി വന്ന പല പെർമിറ്റുകൾ ഉപയോഗിച്ചുള്ള കള്ളുമായി വന്ന, അതായത് ആ പെർമിറ്റ് പ്രകാരമുള്ള മുഴുവൻ കള്ളും അവിടെ നിന്ന് എടുക്കില്ല, തൊഴിലാളികളിൽ നിന്ന് എടുക്കില്ല, പകരം പകുതിയോളം കള്ളം എടുത്തതിന് ശേഷം നേരെ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ നിന്ന് ഈ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്ന ഈ സ്പിരിറ്റ് ഉപയോഗിച്ച് പഞ്ചസാരയുമായി മിക്സ് ചെയ്ത് പഞ്ചസാര ലായനിയാക്കി ചിറ്റൂർ കള്ളിനോടൊപ്പം ചേർത്ത് ഈ പെർമിറ്റ് പറയുന്ന സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ലാഭമുണ്ടാക്കി കൊണ്ടുപോയി വിതരണം ചെയ്തു വന്ന ഒരു ശൃംഖലയാണ്. കേസിൽ പാലക്കാട് സ്വദേശികളായ ശിവശങ്കരൻ, ശശി, ചന്ദ്രൻ, വിൻസെന്റ്, പരമേശ്വരൻ, വാസുദേവൻ, ബൈജു എന്നിവരെ അറസ്റ്റ് ചെയ്തു. വ്യാജകള്ള് കടത്താൻ ഉപയോഗിച്ചിരുന്ന 3 പിക്കപ്പ് വാഹനങ്ങളും 1 ക്വാളിസും ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 12 ലക്ഷം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. കോതമംഗലം സ്വദേശി സോമൻ നായരുടെ ഉടമസ്ഥതയിലുള്ളതാണ് കേന്ദ്രം. ഇയാൾക്കായി തെരച്ചിൽ ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. 110 കിലോ കഞ്ചാവാണ് പോലീസും നാർക്കോട്ടിക്സ് സെൽ ഉദ്യോഗസ്ഥരും ചേർന്ന ചാക്കയ്ക്ക് സമീപം പിടിച്ചെടുത്തത്. തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്ന് 11 കിലോ കഞ്ചാവും പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച 110 കിലോ കഞ്ചാവാണ് തിരുവനന്തപുരം ചാക്കാപാലത്തിന് സമീപം പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായയുടെ നിർദ്ദേശപ്രകാരം പേട്ട പോലീസും നാർക്കോട്ടിക്സ് സെൽ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് എത്തിച്ച കോയമ്പത്തൂർ സ്വദേശി മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തു. 5 ചാക്കുകളിലായി നിറച്ചു കൊണ്ടുവന്നിരുന്ന കഞ്ചാവ് പ്രാദേശിക സംഘങ്ങൾക്ക് കൈമാറാൻ കാത്തുനിന്നിരുന്ന വേളയിലാണ് മുഹമ്മദ് പോലീസിന്റെ പിടിയിലായത്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ്. കുറ്റിക്കാട്ടിലായിരുന്നു 5 ചാക്കിനെ തോൽപ്പിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നു. രാത്രിയിൽ എപ്പോഴോ വാഹനത്തിൽ കൊണ്ടിറക്കിയിട്ട് പോകാം. ഇനി വാഹനങ്ങളും മറ്റും കണ്ടെത്തണം. വേറെ പ്രതികളുണ്ടെന്ന് അന്വേഷിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഏകദേശം 100 കിലോയ്ക്ക് 110 കിലോയ്ക്ക് ഇടയ്ക്ക് പാക്കഡ് ആണ്. പൂജപ്പുരയിൽ 11 കിലോ കഞ്ചാവ് പിടികൂടി. പൂജപ്പുര പോലീസും സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പൂജപ്പുര സ്വദേശി ശ്രീറാമിനെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 35 പൈസയും ഡീസലിന് 26 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 100 രൂപ 44 പൈസയും ഡീസലിന് 95 രൂപ 45 പൈസയുമാണ് പുതുക്കിയ വില. കൊച്ചിയിൽ പെട്രോൾ വില 98 രൂപ 56 പൈസയായി. ഡീസലിന് 94 രൂപ 68 പൈസയാണ് വില. ഈ മാസം മാത്രം 15ാം തവണയാണ് വില കൂട്ടുന്നത്. രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഡീസലിന് 100 കടന്നു. രാജ്യത്ത് 50,040 പേർക്ക് കൂടി കോവിഡ്. 57,944 പേർക്ക് രോഗം ഭേദമായി. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 1258 മരണം സ്ഥിരീകരിച്ചു. തുടർച്ചയായി 20ാം ദിവസവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെയാണ്. ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 5,80,403 കുറഞ്ഞു. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തെറ്റായ പ്രചരണം വിശ്വസിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്രത്തിലും ശാസ്ത്രജ്ഞരെയും വിശ്വസിക്കണമെന്നും എല്ലാവരും ആശങ്കയില്ലാതെ വാക്സിനേഷന് തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാവർക്കും വാക്സിനേഷൻ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വാക്സിനേഷനിലൂടെ മാത്രമേ
കോവിഡിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ കോവിഡ് വാക്സിനേഷൻ ചലഞ്ച് നടത്തി. ചാലക്കുടി മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്കും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുമായി 2000-ഓളം പേർക്ക് വാക്സിൻ വിതരണം ചെയ്തു. ഒപ്പമുണ്ട് എംപി എന്ന പദ്ധതി പ്രകാരമായിരുന്നു വാക്സിൻ ചലഞ്ച്. മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകളും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുമായിരുന്നു ക്യാമ്പിൽ മുൻഗണന. അങ്കമാലി കറുകുറ്റിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയായിരുന്നു ക്യാമ്പ് നടത്തിയത്. അർഹരായവരെ നേരത്തെ തന്നെ കണ്ടെത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരുന്നു. ക്യാമ്പ് തുടക്കം മാത്രമാണെന്നും മണ്ഡലത്തിലെ കോവിഡ് പ്രതിരോധ പദ്ധതികൾക്കൊപ്പം വാക്സിനേഷനും തുടരുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. നിയോജകമണ്ഡലത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും നേരത്തെ രജിസ്ട്രേഷൻ നടത്തി അവരെ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ഇവിടെ എത്തിച്ച് അവരെ വാക്സിനേഷൻ നടത്തി തിരിച്ചവരുടെ വീടുകളിൽ എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എംപി എന്ന നിലയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾക്കൊപ്പം അപ്പോളോ ആശുപത്രി, അഡ്ലക്സ്, ഫെഡറൽ ബാങ്ക്, മണപ്പുറം ഫിനാൻസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. MLA-മാരായ റോജി എം ജോൺ, അൻവർ സാദത്ത് തുടങ്ങിയവരും ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com.